ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമാണോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ചായ കുടിയൊക്കെ കഴിഞ്ഞോ? നമ്മൾ ചായ കുടിക്കാൻ പോകുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മമാർക്ക് ചെറുകടി ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കില്ലേ, അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന മധുരമൊക്കെ ഇട്ടിട്ടില്ലേ, ഇത് മധുരം ഇല്ലാതെ നമ്മുടെ രാവിലത്തെ മാവിൻ്റെ ബാക്കിയുണ്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകും. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാണ്. ഇതുകൊണ്ടില്ലേ എണ്ണ പൊട്ടിത്തെറിച്ചിട്ട് കണ്ണിൻ്റെ ഇവിടെയൊക്കെ മീൻ വറുത്താണ് ഓർക്കാൻ ഒറ്റ പൊട്ടിക്കില്ല. അതിൻ്റെ ഇത് പൊട്ടി എണ്ണയിൽ നിന്ന് ഇതായിട്ട് മുഖമെല്ലാം പൊള്ളി പെട്ടെന്ന് തല വലിച്ചാൽ ഇങ്ങനെ പോയി. പിന്നെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമാണോ? ചായ കഴിഞ്ഞോ? അപ്പം ഞാൻ എൻ്റെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിലേക്ക് എൻ്റെ കൂട്ടുകാരെയും കൊണ്ടുപോകും. നമുക്ക് പോയാലോ? വരുമല്ലോ എൻ്റെ കൂടെ. പിന്നെ എനിക്ക് ഈ ഫേസ്ബുക്കിൻ്റെ അങ്ങനത്തെ പരിപാടിയൊന്നും അറിയത്തില്ല കേട്ടോ. മെസ്സേജ് അയച്ച് അങ്ങനെ ഞങ്ങൾ പഠിച്ചു വരുന്നില്ലല്ലോ. അപ്പോൾ ആരും മെസ്സേജ് വിട്ടില്ലെങ്കിൽ വിഷമിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിൽ പഠിച്ചു വരുന്നേ ഉള്ളൂ. അറിയാവുന്ന പോലെയൊക്കെ ഞാൻ മെസ്സേജൊക്കെ വിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? എൻ്റെ കൂടെ വരുമല്ലേ? വാ, നമുക്ക് പോയി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അന്നേരം ഇന്നലെ മാവ് അരച്ച് വെച്ചാണ്, ഉഴുന്നൊക്കെ ഇട്ട് അരച്ച് വെച്ച മാവാണ്. അപ്പോൾ അത് കുറച്ചിരിക്കും. അപ്പോൾ വൈകുന്നേരം ചായക്കൊന്നുമില്ല കഴിക്കാൻ. അപ്പം ഞാൻ ഓർത്തു ഇതുകൊണ്ട് നമുക്കൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ. ഉഴുന്നുവട ഉണ്ടാക്കുന്ന പോലെ ഉണ്ണിയപ്പം ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടി ഇട്ട് ചോപ്പർ കൂട്ടിൻ്റെ അകത്തിട്ട് അടിച്ചെടുക്കുക കേട്ടോ. കരിവേപ്പില, മല്ലിച്ചപ്പ്, കുറച്ച് ഉപ്പ്, ഭയങ്കര ഒരു ചെറുകടി ആയിക്കോട്ടെ. ഉപ്പ് നോക്കിയിട്ട് ഇനിയിടാം. ഇതെല്ലാം കൂടെ ശരിക്കും ഇളക്കിയെടുക്കാം നമുക്ക്. അമ്മമാരെ ഒന്ന് കണ്ണു പൊട്ടിക്കാൻ വേണ്ടി, പിന്നെ മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ഒന്ന് കണ്ണു പൊട്ടിക്കാനൊക്കെ ഇതൊക്കെ മതി കേട്ടോ. പിള്ളേർക്കൊരു രസമല്ലേ, ഒന്ന് ഒരു ചെറുകടി ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ പിള്ളേരെ വയറ് നിറയും, നമുക്കും സന്തോഷമാവും, മൊത്തത്തിൽ സന്തോഷമാവും, അവരുടെ വയറ് നിറയുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ കടികളുണ്ടാക്കി വെക്കുമ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. അമ്മ എനിക്ക് വൈകുന്നേരം കടിയുണ്ടാക്കി, അതും പ്രതീക്ഷിച്ച് ഓടി വരും. പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്നതെല്ലാം പഠിച്ചുകൊണ്ട് വേഗം വരും. അമ്മ ഇന്നതാണ് ഉണ്ടാക്കി വെക്കുന്നതെന്നുള്ള ചിന്തയിൽ. അപ്പം മക്കളുടെ സന്തോഷം കാണുന്നതാണ് നമ്മുടെ സന്തോഷം. അതേപോലെ അമ്മമാരുടെ സന്തോഷം കാണുന്നതാണ് എൻ്റെ സന്തോഷം. ഉപ്പുണ്ടോ നോക്കാം. പിന്നെ നമുക്കിത് ചൂടാം. പണിയൊന്നുമില്ല, വേഗം ഇത് ഇട്ടിട്ട് വേഗം ഉണ്ണിയപ്പം പോലെ ചൂടാൻ നമുക്ക്. വേഗം നോക്കാം. അപ്പം നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി വെച്ചോട്ടോ. അപ്പം ചൂടായി, നമുക്ക് എണ്ണ ഒഴിക്കാം. ഓയിലാണേ, ഓയിലുണ്ടാക്കുന്നത്. എൻ്റെ അടുത്ത് ഓയിലേ ഉള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. ചൂടായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കേട്ടോ. അപ്പോൾ നമുക്ക് ഒഴിക്കാമേ. ഞാനിത് ഇതേപോലത്തെ സ്പൂണാട്ടോ എടുത്ത്, ചെറിയ സ്പൂണാണ് എടുത്തത്. സ്പൂണിനാണ് ഒഴിക്കുന്നത്. രാവിലെ ദോശ ഉണ്ടാക്കിയ മാവായത്, അതിൻ്റെ ബാക്കി കൊണ്ടിരുന്ന് ഉണ്ടാക്കുന്നത്. തീ കുറച്ച് വെക്കണേ. ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഉടനെ ചോറ് കൂടിപ്പോയി ഇല്ല. ഉണ്ട് അവിടെ കോരി വെച്ച് കഴിയുമ്പോൾ തന്നെ ഇവിടെ മറിക്കാനായി. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ പറ്റും. ചായ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേഗം ഉണ്ടാക്കാം. എൻ്റെ കൂട്ടുകാർക്ക് ഇതൊക്കെ അറിയാം, എന്നാലും നല്ലൊരു രസമല്ലല്ലേ ഞാൻ കാണിക്കുമ്പോൾ. എനിക്കും ഒരു രസം, എൻ്റെ കൂട്ടുകാരെ കാണിച്ചിട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയില്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ? ഇല്ലേ? എന്തേ പറയണേ.
എണ്ണയിൽ അത് മറിയാനൊരു താമസേ. അപ്പോൾ പിന്നെ അതൊന്ന് എടുത്തിട്ട് കൊടുക്കണ്ടേ. നന്നായിട്ട് വേവട്ടെ. അതിൻ്റെ ഉള്ളൊക്കെ തീ കുറച്ചിട്ടാൽ മതി കേട്ടോ. എന്നാലും അതിൻ്റെ ഉള്ളിൽ ശരിക്കും വേവണ്ടേ. നമ്മൾ കോരി ഒഴിക്കുന്നല്ലേ. അപ്പോൾ നമുക്ക് എടുക്കാമേ. എല്ലായി. ഒറ്റക്കമ്പിയിൽ ചാടിപ്പോവാതെ എണ്ണയിലേക്ക് ചാടിയ പണി കിട്ടില്ലേ. ഇതെടുത്തേ. ഇനി അടുത്തതെല്ലാം ഉണ്ടാക്കട്ടെ. അപ്പം നമ്മുടെ ഉഴുന്നുവട ഉണ്ണിയപ്പം നോക്കിയൊക്കെ എന്തോരം ഉണ്ടെന്ന് ഇഷ്ടമായി കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ചായയുടെ കടിയാണ്. ഇഷ്ടമായി ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാവർക്കും ഉണ്ട്. രാവിലത്തെ മാവ് ഉഴുന്ന് ദോശ ഉണ്ടാക്കിയ മാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം. ഇപ്പം അപ്പത്തിൻ്റെ മാവ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ലേശം പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെയും ഉണ്ടാക്കാം. എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഉഴുന്നുവട ഉണ്ണിയപ്പം അടിപൊളി. അപ്പം എൻ്റെ കൂട്ടുകാർ ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഞാൻ കഴിക്കാൻ വെച്ചതാണ്. ഇതെന്നെ ഞാൻ കഴിക്കാനെടുത്ത് അമ്മമാർക്കൊക്കെ കൊടുത്തു കേട്ടോ. അവരൊക്കെ കഴിച്ച്. സോസ് കൂട്ടി തന്നെ നല്ല കേട്ടോ. അടിപൊളി കേട്ടോ. നല്ല തക്കാളി സോസാണ്. ഇതുണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ കഴിക്കാൻ. അപ്പം എൻ്റെ കൂട്ടുകാർ വെറുതെ ഇപ്പം മഴയൊക്കെ അല്ലേ, അപ്പോൾ ദോശയൊക്കെ ചുടുമ്പോൾ അതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ മക്കളൊക്കെ വരുമ്പോൾ തന്നെ ചെറുകടി ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതപ്പം മറക്കാതെ നിങ്ങളുണ്ടാക്കി കഴിച്ചു നോക്കണം. എന്നിട്ട് കമൻറ്റുകൾ പറയണം. ലൈക്കും ഷെയറും കമൻറ്റൊക്കെ വിടണം കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ആരും മെസ്സേജ് ഇടാത്തതിന് പരാതിയൊന്നും പറയരുത് കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഫേസ്ബുക്കിലുള്ള അത്ര ഇത് വരുന്നു, മരിച്ചു വരുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ വീണ്ടും ഒരു വീഡിയോ വീണ്ടും വരാം. ബായ്.